ദൈവമാകെ പ്രാഗൽഭ്യമുള്ള എല്ലാ ദൈവമക്കളും ഒരു ഹാലേലിയ പറഞ്ഞേ കേട്ടോ. ഇത്രയും പേര് ഹാലേലിയ പറഞ്ഞ കണ്ടോ? അന്ന് പറയത്തില്ല. അന്നുള്ളവർക്ക് ഇത് പറയാനുള്ള ആംബിയർ മഹത്വമുണ്ടാകട്ടെ. അവരെപ്പോഴും പറയും ഞാൻ എന്തുവാണ്? പാപിയാണ്. സങ്കീർത്തനം, പഴയ നിയമത്തിലെ ഒരു സങ്കീർത്തനമുണ്ട്. അതിൻ്റെ അകത്തൊരു വാക്യമുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദാവീദാണ് ആ ഭാഗം എഴുതുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പക്ഷെ ഇന്ന് ദാവീദ് ഉണ്ടായിരുന്നത് പറയത്തില്ല. ഇന്ന് അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ചാൻസ് ദൈവം കൊടുത്തിട്ട് പറയാം, നീ ഭൂമിയിലോട്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നേനെ. ഇന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ സ്റ്റേജിൽ വന്നെന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? യേശു മരിച്ചത് നിമിത്തം വിശുദ്ധന്മാരുണ്ടായി. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയാവോ? അപ്പൊ നോക്കുക, ന്യായപ്രമാണം എനിക്ക് എന്തുവാ? വിരോധമാണ്. മോശയുടെ കൽപ്പനകൾ ഫോളോ ചെയ്യണ്ട. മിണ്ടുന്നില്ല. മോശയുടെ കൽപ്പന ഫോളോ ചെയ്യാനല്ല എന്നെ വിളിച്ചേക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. അതെനിക്ക് വിരോധമാണ്. എനിക്ക് ദൈവം ഭാഗ്യം നിൽക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഈ കുറ്റബോധവും അനുതാപവും ഉണ്ട്. കുറ്റബോധം വരുന്നത് പൈശാചികമാണ്. കുറ്റബോധം പൈശാചികമാണ്, അനുതാപം ദൈവികമാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ദൈവം ക്ഷമിച്ചു. ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു പിന്നെയും നിങ്ങളുടെ മനസ്സിൽ ഇതിങ്ങനെ കടന്ന് പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നേരം നീ ചെയ്ത തെറ്റാ, നിനക്കത് ചെയ്യരുതായിരുന്നു. പിന്നെ നിങ്ങൾ ആരാധിക്കാൻ നേരം വീണ്ടും പറയുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സിങ് പോലെ നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. നിന്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്താൻ പിശാച് കൊണ്ടുവരുന്ന കെണിയാണ് ആ കുറ്റബോധം. എന്നാൽ അനുതാപത്തോടെ നീ ഏറ്റുപറയുകയാണ്. ഹൃദയം കൊണ്ട് അങ്ങ് അനുദപിച്ചു, കർത്താവേ എൻ്റെ ജീവിതത്തിൽ വരരുതാത്ത തെറ്റ് സംഭവിച്ചു പോയി, മനഃപൂർവ്വമായി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് വീണ് കടന്ന് കർത്താവിൻ്റെ മുമ്പാകെ അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? അതിനെ അങ്ങ് മായ്ച്ചു കളയുക. പിന്നീട് നിനക്ക് എന്തുണ്ടാകുന്നതെന്നറിയാമോ? കുറ്റബോധമല്ല ഉണ്ടാകുന്നത്, നല്ല മനസാക്ഷി ഉണ്ടാകുന്നത്. സ്തോത്രം പറ. ഒരു ദൈവ പൈതലിന് കുറ്റബോധമല്ല ആവശ്യം, അനുതാപമാണ് ആവശ്യം. നല്ല മനസാക്ഷിയോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവ സാന്നിധ്യമുള്ള സഭയ്ക്കകത്ത് വന്നിരുന്ന് ഞാൻ പാപിയാണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ, സത്യം പറഞ്ഞാൽ കർത്താവായ യേശുവിൻ്റെ നീതീകരണ ബോധത്തെക്കുറിച്ച് വീണ്ടും പോലെ അറിവില്ലാത്തത് കൊണ്ടാണ്. ദൈവസഭയ്ക്കകത്ത് വരുന്നവൻ നീതി ബോധത്തിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. ഞാൻ എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്, അവൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. കേൾക്കുന്ന എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ.